വനിതാ സംവരണ ബിൽ ഭേദഗതി നടപ്പാക്കുന്നത് വൈകുന്നതിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയ്ക്ക് കത്തയച്ച് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ബില്ല് നടപ്പാക്കുന്നതിലെ കാലതാമസം നീതി നിഷേധമെന്നും സ്ത്രീ ശക്തിക്കായി ഒരുമിച്ച് മുന്നേറാമെന്നും റിജിജു. സ്ത്രീ സംവരണം നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രത്യേക സമ്മേളനം നടക്കാനിരിക്കെയാണ് കത്ത്. നോബൽ മാരിക്കാരനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. നോബൽ മാരിക്കാരൻ, വനിതാ സംവരണ ഭേദഗതി ബില്ലിൽ വൈകുന്നതിൽ ഇപ്പോൾ കോൺഗ്രസ് സർക്കാരിന് കത്തയച്ചിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ക്ഷമിക്കണം, ഖർഗെയ്ക്ക് കത്തയച്ചിരിക്കുകയാണോ? എന്താ സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ? അരുൺ, വനിതാ സംവരണ ഭേദഗതി ബിൽ ഈ മാസം 16, 17, 18 തീയതികളിലാണ് ലോക്സഭയിലും പിന്നീട് രാജ്യസഭയിലും വരുന്നത്. അതിനെതിരെ നേരത്തെ തന്നെ പ്രത്യേകിച്ച് കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ എതിർപ്പ് ഉന്നയിച്ചിരുന്നു. തമിഴ്നാട്, പശ്ചിമ ബംഗാൾ തെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിൽ ഈ സമയത്ത് ബില്ല് കൊണ്ടുവരുന്നതായിരുന്നു ഇവരുടെ ആവശ്യം. എന്താണെങ്കിലും അത് തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ ഇത്തരം കത്ത് മല്ലികാർജ്ജുൻ ഖർഗെ കിരൺ റിജിജു അയച്ചിരിക്കുന്നത്. നിലവിൽ നടപടികളുടെ പേരിൽ ബില്ല് നടപ്പിലാക്കുന്നതിന് കാലതാമസം ഉണ്ടാകുന്നത് നീതി നിഷേധമാണ്. മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ട ഭേദഗതികൾ പൂർത്തിയാക്കി 2029 വനിതാ സംവരണത്തിന്റെ ഫലം എല്ലാവർക്കും ലഭിക്കണം. ഇത് രാഷ്ട്രീയമല്ല, മറിച്ച് രാജ്യത്തിന് നൽകിയ പെൺമക്കൾക്ക് ഉറപ്പാണ് എന്നാണ് പറയുന്നത്. സ്ത്രീ ശാക്തീകരണത്തെ ഒരുമിച്ച് നിൽക്കാമെന്നും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായി ചർച്ച നടത്തിയെന്നും ബില്ലിനെ പിന്തുണയ്ക്കണമെന്നുമാണ് കിരൺ റിജിജു ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും സംസാരിച്ചപ്പോൾ പ്രതിപക്ഷത്തിന് പ്രതിഷേധിക്കാനുള്ള അവസരമുണ്ട്. പക്ഷേ ഈ സമയത്ത് ഇലക്ഷൻ ഇതിനൊരു തിരിച്ചടിയോ അല്ലെങ്കിൽ ഈ ബില്ല് പാസ്സാക്കുന്നതിന്റെ ഒരു പ്രതിസന്ധിയോ അല്ല എന്ന് വ്യക്തമാക്കിയിരുന്നു. നേരത്തെ പ്രതിപക്ഷം പ്രധാനമായി ഉന്നയിച്ചത് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിൽ ബില്ല് കൊണ്ടുവരുന്നത് വനിതാ വോട്ടർമാരെ സ്വാധീനിക്കാനും അതൊരു രാഷ്ട്രീയ ലക്ഷ്യവുമായിരുന്നു. അതിനെതിരെയാണ് ഇപ്പോൾ എന്താണ് കേന്ദ്രമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ബില്ല് 16, 17, 18 തീയതിയിൽ തന്നെ വരും എന്ന് ഏറെക്കുറെ ഉറപ്പുമാണ്. അരുൺ, താങ്ക് യു. ഖർഗെയ്ക്ക് കിരൺ റിജിജു കത്തയച്ചിരിക്കുകയാണ്. ബില്ല് നിയമസഭയിൽ, പാർലമെന്റിൽ, രാജ്യസഭയിലും ലോക്സഭയിലും അവതരിപ്പിച്ചതിന് പൂർണ്ണ പിന്തുണ നൽകണം. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് സമയമായതുകൊണ്ട് അതിൽ രാഷ്ട്രീയമുണ്ട് എന്നാരോപിച്ചുകൊണ്ട് ബില്ലിനെതിരെ നിലപാടെടുക്കരുത് എന്നുള്ളതാണ് മല്ലികാർജ്ജുൻ ഖർഗെയ്ക്ക് കിരൺ റിജിജു അയച്ച കത്തിൽ പറയുന്നത്. വനിതാ സംവരണ ഭേദഗതി ബിൽ അവതരിപ്പിക്കുന്നതിൽ കാലതാമസം നേരിട്ടാൽ അത് നീതി നിഷേധമാണ് എന്നാണ് കിരൺ റിജിജു ഖർഗെയ്ക്ക് അയച്ച കത്തിൽ സൂചിപ്പിക്കുന്നത്. തെരഞ്ഞെടുപ്പാണ്.